5 വർഷത്തിന് ശേഷം റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതോടെ പ്രതീക്ഷയിൽ രാജ്യത്തെ മധ്യവർഗം. പലിശ നിരക്കിൽ 0.25% കുറവ് പ്രഖ്യാപിച്ചതോടെ നികുതി ഭാരം കുറയുന്നതിന്റെ ആശ്വാസത്തിലാണ് സാധാരണക്കാർ. റിപ്പോ നിരക്ക് കുറച്ചത് രാജ്യത്തെ മധ്യവർഗത്തിന് എങ്ങനെ ഗുണം ചെയ്യും? വിശദമായി അറിയാം. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയ്ക്കുള്ള പലിശ നിരക്കായ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതോടെ വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവും കുറയും. ഓരോ മാസവും കൂടുതൽ തുക വരുമാനത്തിൽ മിച്ചം പിടിക്കാം. ദീർഘകാല വായ്പ എടുത്തവർക്കാണ് ഇതിന്റെ നേട്ടമേറെയും. പലിശ നിരക്കിൽ 0.5% കുറവ് വരുന്നതോടെ പ്രതിമാസ തിരിച്ചടവ് തുകയിൽ കുറവുണ്ടാകും. അതല്ലെങ്കിൽ EMI അതുപോലെ തന്നെ നിലനിർത്തി കാലാവധി കുറയ്ക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്താം. ഉദാഹരണത്തിന്, 1 വർഷം മുൻപ് 20 വർഷത്തെ കാലാവധിയിൽ 9% പലിശ നിരക്കിൽ 50 ലക്ഷം രൂപ ഭവന വായ്പ എടുത്തവരാണെന്ന് കരുതുക. വായ്പാ കാലാവധിയിൽ ഏകദേശം 58 ലക്ഷം രൂപ തിരിച്ചടയ്ക്കേണ്ടി വരും. അതായത് പ്രതിമാസം 44,986 രൂപ അടയ്ക്കുന്നവരാകും നിങ്ങൾ. എന്നാൽ RBI 25 ബേസ് പോയിന്റ് കുറച്ചതോടെ പലിശ നിരക്ക് 8.75% കുറയും. തിരിച്ചടവ് തുക 53.6 ലക്ഷമായി ചുരുങ്ങും. 4.4 ലക്ഷം രൂപയുടെ ലാഭമാണ് വായ്പയെടുത്തയാൾക്ക് ലഭിക്കുക. തിരിച്ചടവ് കാലാവധി 10 മാസം കുറഞ്ഞ് 230 മാസമാകും. സമാന രീതിയിൽ വാഹന, വിദ്യാഭ്യാസ, കാർഷിക, ചെറുകിട, സ്വർണ്ണപ്പണയ, മറ്റു വ്യക്തിഗത വായ്പകൾ എടുത്തവർക്കും തിരിച്ചടവ് തുകയിൽ കുറവുണ്ടാകും. പലിശ നിരക്ക് കുറയുന്നതോടെ EMIയും തിരിച്ചടവ് കാലാവധിയും കുറയും. കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി ഭാരം കുറച്ചതിന് പിന്നാലെയാണ് RBIയും ശുഭവാർത്ത നൽകുന്നത്. റിസർവ് ബാങ്കിന്റെ തീരുമാനം വൻകിട നിക്ഷേപങ്ങൾക്കും പ്രോത്സാഹനമേകും. പുതുതായി നിയമിതനായ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന പണനയ യോഗത്തിലാണ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനമായത്. ബിസിനസ് ഡെസ്ക്, ജനം.